വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി 5:9. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ 8-ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗ്യമാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും എന്ന സുവിശേഷ ഭാഗ്യം. എങ്ങനെയാണ് മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടത്? സമാധാനം നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ സമാധാനം സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മനുഷ്യന് എങ്ങനെയാണ് സമാധാനം നഷ്ടപ്പെട്ടത്? ആദിയിൽ പറുദീസയിൽ മനുഷ്യൻ ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവം മനുഷ്യൻ്റെ കൂടെ സായാഹ്ന യാത്ര ചെയ്തിരുന്നു. അവർ ഒരുമിച്ച് സമയം ചെലവഴിച്ചിരുന്നു. പറുദീസയിൽ സമൃദ്ധി ഉണ്ടായിരുന്നു, ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. ഒന്നിനും കുറവുണ്ടാകാതിരുന്നൊരു സമയത്ത് മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നതും ദൈവത്തെ ആശ്രയിക്കുന്നതും അവസാനിപ്പിച്ച് പിശാചിൻ്റെ വാക്ക് കേൾക്കാനും പിശാചിൽ ആശ്രയിക്കാനും പിശാച് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ സുഖം തേടാനും ജീവൻ തേടാനും പരിശ്രമിച്ചു. അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ വിച്ഛേദിക്കപ്പെട്ടു. പാപം ചെയ്തതിന് ശേഷം ദൈവത്തെ നോക്കി നിൽക്കാൻ ഭയമായിരുന്നതുകൊണ്ട് മനുഷ്യൻ ഭയപ്പെട്ട് മരത്തിൻ്റെ പിറകിൽ ഒളിച്ചു നിന്നു. അവന് സമാധാനം നഷ്ടപ്പെട്ടു. അവൻ്റെ ഉള്ളിൽ സമാധാനത്തിന് പകരം, ദൈവവുമായ സൗഹൃദത്തിന് പകരം ഭയം രൂപപ്പെട്ടു. ദൈവത്തിൻ്റെ സ്വരം അവനെ ഭയപ്പെടുത്തുന്ന ഒന്നായി മാറി. ദൈവത്തിൻ്റെ സാന്നിധ്യം അവനെ ഭയപ്പെടുത്താൻ തുടങ്ങി. അവൻ ഒളിച്ചു നിന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയവൻ മനുഷ്യരിൽ നിന്നും പരസ്പരം അകന്നുപോയി. ആദ്യം ആദം ഹവ്വയെ തൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മജ്ജയുടെ മജ്ജയും മാംസത്തിൻ്റെ മാംസവും എന്ന് വിളിച്ച അവൻ ഇതാ മറച്ചു പിടിക്കാൻ തുടങ്ങി. തൻ്റെ നഗ്നത അവനെ ഭയപ്പെടുത്താൻ തുടങ്ങി. ദൈവത്തോട് കലഹിക്കാൻ തുടങ്ങി. ദൈവത്തോട് പറയാൻ തുടങ്ങി, നീ എനിക്ക് തന്ന ഈ സ്ത്രീ മൂലമാണ് ഞാൻ പാപത്തിൽ വീണത്. കുറ്റപ്പെടുത്തുന്നവനായി, പഴിചാരുന്നവനായി. അങ്ങനെ പാപം മൂലം മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, മനുഷ്യനുമായിട്ടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു, സൗഹൃദം നഷ്ടപ്പെട്ടു, പരസ്പര ബഹുമാനം നഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ വായിക്കുന്നു, അവന് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു. അതായത് അവൻ്റെ സമൃദ്ധി ഇല്ലാതെയായി. അവന് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കിയിരിപ്പില്ലാത്തവനായി, നീക്കിയിരിപ്പില്ലാത്തവനായി, വിശ്രമമില്ലാത്തവനായി. പാപം അവനെ വിശ്രമമില്ലാത്തവനാക്കി മാറ്റി. ഹവ്വയ്ക്കുള്ള ശാപത്തിൽ ദൈവം പറഞ്ഞു, നീ ഇനി വേദനയോടെ പ്രസവിക്കണം. അതായത് ശാരീരിക ബലഹീനതകളുടെ, രോഗങ്ങളുടെ അടിമയായി മനുഷ്യൻ മാറി. പാപം മനുഷ്യൻ്റെ സ്വസ്ഥത കെടുത്തിക്കളഞ്ഞു, സമാധാനം കെടുത്തിക്കളഞ്ഞു, ഐശ്വര്യം കെടുത്തിക്കളഞ്ഞു, സമൃദ്ധി കെടുത്തിക്കളഞ്ഞു. അവർ പറുദീസയുടെ പുറത്തായി മാറി. അങ്ങനെ പറുദീസയുടെ പുറത്തായ മനുഷ്യൻ
ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് വളർന്നു. കായേൻ്റെ കാലം വരുമ്പോൾ അവൻ സഹോദരനെ വെറുക്കുന്നവനും സഹോദരനെ കൊല്ലുന്നവനുമായി മാറി. അതിനുശേഷം മനുഷ്യൻ്റെ തിന്മ വളർന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിക്കുന്ന അവസ്ഥ വരെ എത്തി. നോഹയുടെ കാലത്ത് മനുഷ്യനെ, നോഹയുടെ കുടുംബത്തെ ഒഴിച്ച് എല്ലാവരെയും പ്രളയം മൂലം നശിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. പ്രളയത്തിന് ശേഷവും മനുഷ്യൻ്റെ തിന്മ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യൻ ദൈവത്തിനെതിരെ കലഹിക്കുകയും അവൻ ബാബേൽ ഗോപുരം പണിയാൻ തുടങ്ങുകയും ചെയ്തു. ദൈവത്തിന് നേരെ മത്സരിക്കാൻ തുടങ്ങുന്നവനായി. ദൈവം അവരുടെ ഭാഷകൾ ചിതറിച്ചു. അവർ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തവരായി, കലഹിക്കുന്നവരായി പിരിഞ്ഞുപോയി. മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. പരസ്പരം അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ചിതറിക്കപ്പെട്ടവരായി, ദൈവത്തിൽ നിന്ന് ചിതറിക്കപ്പെട്ടു, പ്രകൃതിയിൽ നിന്ന് ചിതറിക്കപ്പെട്ടു, പരസ്പരം ചിതറിക്കപ്പെട്ട മനുഷ്യൻ. ഇങ്ങനെ ചിതറിക്കപ്പെട്ട മനുഷ്യനിൽ ഇനി എങ്ങനെ സമാധാനം സ്ഥാപിക്കും? ആര് സമാധാനം കൊണ്ടുവരും? ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, സമാധാന സ്ഥാപക അനുഗ്രഹീതരാണ്. മനുഷ്യനെ ഇനി ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ആര് ശ്രമിക്കുന്നുവോ അവൻ അനുഗ്രഹീതനാണ്. മനുഷ്യനെ പരസ്പരം അനുരഞ്ജനപ്പെടുവാൻ ആര് പരിശ്രമിക്കുന്നുവോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പ്രകൃതിയുമായി വീണ്ടും ഇഴചേർന്ന് ജീവിക്കാൻ ഇനി ആര് മനുഷ്യനെ പഠിപ്പിക്കുന്നുവോ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുവോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ളവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ സമാധാനമാണ്. സമാധാനത്തിൻ്റെ ദൈവമെന്ന് പല പ്രാവശ്യം ദൈവത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് തിരുവചനം. ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. സമാധാനം ആഗ്രഹിക്കുന്നവനാണ്. സമാധാനത്തിൻ്റെ ഉറവിടമാണ്. ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഗോഡ് ഈസ് പീസ്. ദൈവം സമാധാനമാണ്, സമാധാനത്തിൻ്റെ ഉറവിടമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് സമാധാനം ലഭിക്കുന്നത്. ദൈവം സമാധാനമായിരിക്കുന്നത് പോലെ സമാധാനം ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ, അനുരഞ്ജനം കൊണ്ടുവരാൻ ആരൊക്കെ പരിശ്രമിക്കുന്നുവോ അവരൊക്കെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, രക്ഷാകര ചരിത്രം തന്നെ, അബ്രാഹത്തിൻ്റെ വിളി മുതൽ ആരംഭിക്കുന്ന രക്ഷാകര ചരിത്രം ഇങ്ങനെ മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം നടത്തുന്ന പരിശ്രമങ്ങളുടെ ആകെ തുകയാണ് സാൽവേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. രക്ഷാകര ചരിത്രം. ഒരു മനുഷ്യനെ വിളിക്കുന്നു, അബ്രാഹത്തെ വിളിക്കുന്നു, നീ നിന്റെ പിതൃദേശവും നീ താമസിക്കുന്ന ഇടവും നിന്റെ പിതൃഭവനവും ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ഇടത്തേക്ക് വരിക. ഞാൻ നിനക്ക് ഒരു സന്തതിയെ തരും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞ് അബ്രാഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം, അബ്രാഹത്തിലൂടെ ഒരു ജനതയ്ക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് രൂപം കൊടുക്കുന്ന ദൈവം, ഈ ജനതയെ യഥാർത്ഥത്തിൽ ദൈവാരാധനയുടെ ഒരു ജനതയായി മാറ്റുന്ന ദൈവം, അങ്ങനെ ആ ജനതയിലേക്ക് രക്ഷകനെ അയക്കുന്ന ദൈവം, ഈ രക്ഷകനിലൂടെ മാനവ സമൂഹത്തെ മുഴുവൻ വീണ്ടും പിതാവിലേക്ക് അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും വഴി അനുരഞ്ജിപ്പിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഈശോയുടെ ജീവിതം മുഴുവൻ ഇപ്രകാരം മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്നതിനുള്ള ഒരു ജീവിതമായിരുന്നു. ഈശോ സമാധാന സ്ഥാപകനായിട്ടാണ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിലേക്കുള്ള ഈശോയുടെ വഴി എപ്രകാരമായിരുന്നു എന്നത് നമുക്കനുകരിക്കാനുള്ളൊരു മാതൃകയാണ്. നമുക്കെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്ത് സമാധാനം കൊണ്ടുവരാൻ കഴിയുന്നത്? 3 പാഠങ്ങളുണ്ട്. ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ അവകാശങ്ങളെ ഉപേക്ഷിച്ചു. ഫിലിപ്പിയർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, അവിടുന്ന് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തുകയും മനുഷ്യരൂപം സ്വീകരിക്കുകയും ദാസനായി കാണപ്പെടുകയും ചെയ്തു. തൻ്റെ അവകാശങ്ങൾ ഉപേക്ഷിച്ച ഈശോ നല്ലൊരു ഇടത്ത് പിറന്നു വീഴാനുള്ള അവകാശം, സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു അവകാശം, ജീവിക്കാനുള്ള അവകാശം പോലും ഉപേക്ഷിച്ചവനാണ് ഈശോ. ന്യായമായി വിധിക്കപ്പെടാനുള്ള സാധാരണ ഒരു പൗരന്റെ അവകാശം, അങ്ങനെ ജീവിക്കാനുള്ള അവകാശവും ന്യായത്തിനുള്ള അവകാശവും എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ അവകാശങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈശോ സമാധാനം സ്ഥാപിക്കുന്നവനായി മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാന സ്ഥാപകരായി തീരാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തങ്ങളുടെ അവകാശങ്ങൾ പോലും, എനിക്ക് അർഹതപ്പെട്ടതുപോലും ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഒത്തിരിയേറെ കലഹങ്ങളും കേസുകളും ഒക്കെ നടക്കുന്നത് ഈ അവകാശങ്ങളുടെ പേരിലാണ്. ഇതെൻ്റെ അവകാശമാണ്, ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ലല്ലോ, എൻ്റെ അവകാശം എനിക്ക് തന്നേ മതിയാകൂ. അങ്ങനെ അവകാശങ്ങൾ ചോദിച്ച് കലഹങ്ങൾ ഉണ്ടാകുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. ഈശോ അവകാശം ഉപേക്ഷിക്കാൻ തയ്യാറായതുപോലെ നീ നിന്റെ അവകാശങ്ങൾ, നിനക്ക് അർഹതപ്പെട്ടത് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ വേണ്ട എന്ന് വയ്ക്കാൻ തയ്യാറാകുമോ? നമ്മുടെ മനസാക്ഷിയെ വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യമാണ് ഈശോയുടെ ജീവിത രീതി. പ്രിയപ്പെട്ടവരെ, കുടുംബ വഴക്കുകളും കോടതികളിലെ കേസുകളും ഒക്കെ നടക്കുന്നത് പലപ്പോഴും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുകയാണ് അവകാശത്തിന് വേണ്ടി. മക്കളും മാതാപിതാക്കളും തമ്മിൽ കലഹിക്കുകയാണ് അവകാശത്തിന് വേണ്ടി. സഹോദരങ്ങൾ പരസ്പരം കലഹിക്കുകയാണ്, കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ് അവകാശങ്ങൾക്ക് വേണ്ടി. ഈശോ അവകാശങ്ങളെ ഉപേക്ഷിച്ചു. 2, ഈശോ അപരന്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്നു. എല്ലാം ഓക്കെ ആയിരിക്കുന്ന ഒരിടത്തേക്ക് കയറിച്ചെല്ലാൻ എല്ലാവർക്കും സന്തോഷമാണ്. പ്രതിസന്ധികളുള്ളവരിലേക്ക്, വേദനകളുള്ളവരിലേക്ക്, പ്രശ്നങ്ങളുള്ളവരിലേക്ക്, സങ്കടങ്ങളുള്ളവരിലേക്ക്, കണ്ണുനീരിൽ കഴിയുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിനക്ക് മനസ്സുണ്ടോ? നീ തയ്യാറാണോ? ഈശോ മനുഷ്യന്റെ പ്രതിസന്ധികളിലേക്കാണ് സ്വർഗം വിട്ട് ഇറങ്ങി വന്നത്. മനുഷ്യന്റെ പാപ ജീവിതത്തിലേക്കാണ് ഈശോ പ്രവേശിച്ചത്. മനുഷ്യന്റെ അജ്ഞതകളിലേക്കാണ്, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതകളിലേക്ക് ഈശോ പ്രവേശിച്ചു. മനുഷ്യന്റെ രോഗങ്ങളിലേക്ക് പ്രവേശിച്ചു. മനുഷ്യന്റെ കലഹങ്ങളിലേക്ക് ഈശോ പ്രവേശിച്ചു. He entered into the problems of the humanity. അവരുടെ സങ്കടങ്ങളിലേക്ക് നീ പ്രവേശിക്കാൻ തയ്യാറുണ്ടോ? സമാധാന സ്ഥാപകർ ഇപ്രകാരം പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും കാലെടുത്തു വയ്ക്കാൻ തയ്യാറാകണം. പ്രശ്നങ്ങളിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ, തീയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ, കാലെടുത്തു വയ്ക്കുന്നവൻ്റെ കാല് പൊള്ളും.
പക്ഷേ ഈശോ അത് ഏറ്റെടുക്കാൻ തയ്യാറായതുപോലെ, ആ പരിക്ക് സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായതുപോലെ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ നിനക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് നീ ദൈവമകനെന്ന് വിളിക്കപ്പെടും, ദൈവമകളെന്ന് വിളിക്കപ്പെടും. മൂന്നാമതായി, ഈശോ സ്നേഹിക്കപ്പെടുന്നത് നോക്കാതെ സ്നേഹിച്ചു എന്നതാണ്. സ്നേഹിക്കപ്പെടുന്നത് നോക്കാതെ സ്നേഹിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സമാധാനം സ്ഥാപിക്കുന്നവരായി മാറുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കി. നമ്മൾ പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ശത്രുവിനെ സ്നേഹിക്കുന്നവനും ദ്രോഹിക്കുന്നവനെ അനുഗ്രഹിക്കുന്നവനും ആയിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിനക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നിന്നെ ദ്രോഹിക്കുന്നവനെ നീ അനുഗ്രഹിക്കും. നിനക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കും. റോമാ 5:8 നമ്മൾ വായിച്ചതുപോലെ ഈശോ നമ്മൾ ശത്രുക്കളായിരിക്കെ, നമ്മൾ പാപികളായിരിക്കെ നമ്മെ സ്നേഹിക്കുകയും തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ദൂതനായി അയക്കണമേ എന്ന പ്രാർത്ഥന. എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളിടത്ത് പ്രകാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. അതായത് ഈ സമാധാന സ്ഥാപകൻ പോകുന്നത് സ്നേഹം വിതയ്ക്കാനാണ്, ക്ഷമ വിതയ്ക്കാനാണ്, വിശ്വാസം വിതയ്ക്കാനാണ്, പ്രത്യാശയും പ്രകാശവും സന്തോഷവും വിതയ്ക്കാൻ വേണ്ടിയാണ്. ഈ പ്രാർത്ഥനയുടെ 2-ാം ഭാഗം ഇങ്ങനെയാണ്: ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കാനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കാനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാനും എനിക്കിടയാക്കണമേ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ ഇങ്ങനെ ഒരാഗ്രഹമുണ്ടായാൽ മതി. ദൈവമേ, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ എനിക്കിടവരുത്തണം. മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമേ. അംഗീകരിക്കപ്പെടുന്നതിനേക്കാൾ അംഗീകരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കാൻ എനിക്ക് കൃപ തരണമേ. ആരധികം സ്നേഹിക്കുമെന്ന് ഒരു മത്സരം ഉണ്ടാകട്ടെ. പല കലഹങ്ങളുടെയും കാരണം ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്നതാണ്. ഞാൻ അംഗീകരിക്കപ്പെടുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്വീകരിക്കുന്നില്ല. കലഹമായി, ദേഷ്യമായി, വിഷമമായി സമാധാനം നഷ്ടപ്പെടുന്നു. നിനക്ക് സമാധാനം പുനഃസ്ഥാപിക്കണമോ? നിന്റെ ഉള്ളിലെ സമാധാനം പുനഃസ്ഥാപിക്കണമോ? കുടുംബത്തിലെയും നീ ആയിരിക്കുന്നിടത്തെയും സമാധാനം സ്ഥാപിക്കണമെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചു തുടങ്ങു കുഞ്ഞേ. സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനുള്ള വരം തരണമേ. അംഗീകരിക്കപ്പെടുന്നതിനേക്കാൾ അംഗീകരിക്കുന്നതിനുള്ള ശക്തി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഫ്രാൻസിസ് തുടർന്ന് പ്രാർത്ഥിക്കുകയാണ്: എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. നിനക്ക് സ്നേഹം ലഭിക്കണമോ? നീ സ്നേഹം കൊടുക്കുക. നിനക്ക് നീതി ലഭിക്കണമോ? നിനക്ക് അംഗീകാരം ലഭിക്കണമോ?
നീ ആദ്യം നീതിയും അംഗീകാരവും കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിക്കണമോ? നീ ആദ്യം ക്ഷമിക്ക്. മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത്. നിനക്ക് ജീവന്റെ സമൃദ്ധി വേണമോ? നീ നിന്നെ തന്നെ ത്യജിക്കാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, സമാധാന സ്ഥാപകർക്ക് ഈശോ വലിയ ഒരു അനുഗ്രഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ഈശോ എപ്രകാരമാണ് ഒരു ദൈവമകനായിരിക്കുന്നത് എന്നതുപോലെ നീയും ഞാനും ദൈവമകനും ദൈവമകളുമായി മാറുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം സ്ഥാപിക്കുക എന്നത് ഒരു ദീർഘയാത്രയാണ്. ഈശോ തൻ്റെ മനുഷ്യാവതാരവും പരസ്യ ജീവിതവും പീഡാസഹനവും കുരിശുമരണവും പുനരുദ്ധാനവും പെന്തക്കോസ്ത അനുഗ്രഹവും പരിശുദ്ധാത്മാവിനെ അയക്കലും പുനരാഗമനവും ഒക്കെയായിട്ടുള്ള ഈ പ്രവർത്തികളിലൂടെ, ദീർഘദൂര യാത്രയിലൂടെയാണ് സമാധാനം പുനഃസ്ഥാപിക്കുന്നത്. സമാധാനം സ്ഥാപിക്കാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പൂവണിയണമെന്നില്ല. അതൊരു ദീർഘയാത്രയാണ്. സമാധാനം കുറവുള്ളത് എവിടെയാണെന്ന് തിരിച്ചറിയണം. സമാധാനമില്ലാത്തപ്പോൾ സമാധാനമെന്ന് പറഞ്ഞു ഇരിക്കുന്നത് കൊണ്ടും കാര്യമില്ല. സമാധാനത്തിലേക്ക് നീ നിന്റെ ആദ്യ ചുവട് വയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാറ്റിനുമുപരിയായി സമാധാനം സ്ഥാപിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ്. കർത്താവിനെ കൊടുക്കുക എന്നതാണ്. വചനം കൊടുക്കുക എന്നതാണ്. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, അങ്ങ് സമാധാനമായിരിക്കുന്നത് പോലെ ഞങ്ങളെയും സമാധാനമാക്കണമേ. അങ്ങയോട് ഞങ്ങളെ അനുരഞ്ജനപ്പെടുത്തണമേ. അങ്ങയോട് ഞങ്ങളെ അനുരഞ്ജനപ്പെടുത്തുന്ന ഈശോയുടെ കുരിശിനോട് ഞങ്ങളെ തന്നെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അങ്ങയുമായി ഐക്യപ്പെട്ടിരിക്കുന്നതാണ് സമാധാനത്തിൻ്റെ മാർഗമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞങ്ങളെ സമാധാനത്തിൻ്റെ ദൂതുമായി അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിരന്തരം സമാധാനത്തിന് വേണ്ടി പ്രയത്നിച്ച് ദൈവമക്കളായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങളുടെ ഇടവകൾക്ക് സമാധാനം നൽകണമേ. സഭയിൽ സമാധാനം നൽകണമേ. ലോകത്ത് സമാധാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.